നമസ്കാരം, ഗുരുകുല ഭാരതത്തിന്റെ PSC ക്ലാസ്സിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അനിൽ. ഇന്നത്തെ ക്ലാസ്സിൽ 17/6/2017 ശനിയാഴ്ച ഉച്ചയ്ക്ക് 1:30 നടന്ന മലപ്പുറം ജില്ലയിലേക്കും തിരുവനന്തപുരം ജില്ലയിലേക്കുമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയുള്ള LD ക്ലർക്ക് 2017 പരീക്ഷയിലെ ഇംഗ്ലീഷ് വിഭാഗത്തിൽ നിന്നുമുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും അവയുടെ വിശദീകരണങ്ങളുമാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ശ്രദ്ധിക്കുക. ആദ്യത്തെ ചോദ്യം, 10,000 rupees dash a large sum supply appropriate where? Option A are, option B is, option C was, option D has. ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വെർബിന്റെ ശരിയായ രൂപം ഏതാണോ അതെടുത്തെഴുതുക എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം കോൺകോഡ് എന്ന പാഠഭാഗത്തു നിന്നുമുള്ള ചോദ്യമാണിത്. അതായത് കോൺകോഡ് എന്നാൽ സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ്. ഗുരുകുല ഭാരതത്തിന്റെ ക്ലാസ്സിൽ കോൺകോഡ് എന്ന പാഠഭാഗം എടുത്തിട്ടുള്ളതാണ്. ഇനിയും ആ പാഠഭാഗം കിട്ടാത്തവരുണ്ടെങ്കിൽ ഗുരുകുല ഭാരതത്തിന്റെ പ്ലേലിസ്റ്റിൽ കയറുക. അവിടെ ഇംഗ്ലീഷ് എന്ന പ്ലേലിസ്റ്റ് കാണാം. ഇംഗ്ലീഷ് എന്ന പ്ലേലിസ്റ്റിൽ കോൺകോഡ് എന്ന പാഠഭാഗം കാണാൻ സാധിക്കുന്നതാണ്. ഉറപ്പായും നിങ്ങൾ കണ്ടിരിക്കേണ്ട ഒരു പാഠഭാഗമാണത്. നമുക്ക് ഈ ചോദ്യത്തിന്റെ ഉത്തരം എന്താണെന്ന് നോക്കാം. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന സബ്ജക്ട് 10,000 rupees ആണ്. അതിനുശേഷം എന്ത് വെർബ് വരുമെന്നാണ് നമ്മൾ എഴുതേണ്ടത്. അതായത് നമ്മൾ അറിഞ്ഞിരിക്കണം 10,000 rupees എന്നുള്ളത് സിംഗുലർ സബ്ജക്റ്റ് ആണ്. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബ് സിംഗുലറും സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ വെർബ് പ്ലൂറലുമായിരിക്കണം. ഇവിടെ 10,000 rupees എന്നുള്ളത് സിംഗുലർ സബ്ജക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ വരേണ്ട വെർബും സിംഗുലർ ആയിരിക്കണം. ഇവിടെ നമുക്ക് ആർ ഉണ്ട്, ഈസ് ഉണ്ട്, വാസ് ഉണ്ട്, ഹാസ് ഉണ്ട്. ഇവിടെ നമുക്ക് സിംഗുലർ വെർബുകളാണ് ഈസും വാസും ഹാസും. വാസും ഹാസും എന്തായാലും വരില്ല എന്ന് നമുക്കറിയാം. പിന്നീടുള്ളത് ഈസ് ആണ്. അപ്പോൾ നമ്മുടെ ഉത്തരം ഓപ്ഷൻ ബി ഈസ്. ഇത് വളരെ എളുപ്പമുള്ള ഒരു ചോദ്യമാണ്. കോൺകോഡ് എന്ന പാഠഭാഗം പഠിച്ചിരുന്നാൽ നമുക്ക് വളരെ നിഷ്പ്രയാസം ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമാണിത്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം ഇതാണ്, നൺ ഓഫ് ദം അറ്റൻഡഡ് ദി ഫംഗ്ഷൻ. ഓപ്ഷൻ എ ഡിഡ് ദേ, ഓപ്ഷൻ ബി ഡിഡിന്റ് ദേ, ഓപ്ഷൻ സി ഡോണ്ട് ദേ, ഓപ്ഷൻ ഡി ഡു ദേ. ക്വസ്റ്റ്യൻ ടാഗ് എന്ന പാഠഭാഗത്തു നിന്നുമുള്ള ചോദ്യമാണിത്. ക്വസ്റ്റ്യൻ ടാഗ് എന്ന പാഠഭാഗത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള നിരവധി നിയമങ്ങളുണ്ട്. അതിൽ ആദ്യത്തെ നിയമം ഇതാണ്, സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് ആണെങ്കിൽ ടാഗ് നെഗറ്റീവ് ആയിരിക്കണം. അതായത് ഇവിടെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് നൺ ഓഫ് ദം അറ്റൻഡഡ് ദി ഫംഗ്ഷൻ എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് ഡാഷ് കഴിഞ്ഞ് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് തന്നിട്ടുണ്ട്. ആ ഭാഗമാണ് ടാഗ്. ഒരു സ്റ്റേറ്റ്മെന്റ് നെഗറ്റീവ് ആകണമെങ്കിൽ അതിൽ ഇല്ല അല്ലെങ്കിൽ അല്ല എന്ന് സൂചിപ്പിക്കുന്ന ഏതെങ്കിലും വാക്കുകൾ ഉണ്ടായിരിക്കണം. ഇവിടെ നൺ ഓഫ് ദം അറ്റൻഡഡ് ദി ഫംഗ്ഷൻ എന്ന് പറഞ്ഞിരിക്കുന്നിടത്ത് നൺ എന്ന നെഗറ്റീവ് വാക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം നമുക്ക് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് നെഗറ്റീവ് ആണ്. അപ്പോൾ നമുക്ക് ഉറപ്പിക്കാം നമ്മുടെ ടാഗ് പോസിറ്റീവ് ആയിരിക്കും. അടുത്തതായി നിയമമനുസരിച്ച് നമ്മൾ നോക്കേണ്ടത് ഓക്സിലറി വെർബ് ഉണ്ടോ എന്നുള്ളതാണ്. എന്നാൽ ഇവിടെ നമ്മൾ ഈ ചോദ്യത്തിന്റെ ഉത്തരം കണ്ടെത്തുന്ന രീതി മാത്രമാണ് പറഞ്ഞു തരുന്നത്. കാരണം ക്വസ്റ്റ്യൻ ടാഗ് എന്നൊരു പാഠഭാഗം നമുക്ക് വളരെ വലിയൊരു പാഠഭാഗമാണ്. അത് പെട്ടെന്ന് പറഞ്ഞു തരാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം എങ്ങനെ പെട്ടെന്ന് കണ്ടെത്താമെന്ന് പറഞ്ഞുതരാം. ഇവിടെ നമ്മൾ കണ്ടുപിടിച്ചു നമുക്ക് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് നെഗറ്റീവ് ആണ്. കാരണം നൺ എന്ന വാക്ക് അതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടാഗ് ഉറപ്പായിട്ടും പോസിറ്റീവ് ആയിരിക്കും. അടുത്തതായിട്ട് നമ്മൾ നമ്മുടെ ഓപ്ഷൻസ് നോക്കുക. ഓപ്ഷൻസിൽ പോസിറ്റീവ് ആയിരിക്കും എന്ന് പറയുന്നതിന്റെ അർത്ഥം നോട്ട് വരാൻ പാടില്ല. അപ്പോൾ ഓപ്ഷനുകൾ തന്നിരിക്കുന്നതിൽ ഏതിലാണ് നോട്ട് ഇല്ലാത്തതെന്ന് നോക്കുക. ഡിഡ് ദയിൽ നോട്ടില്ല, ഡിഡിൻ ദയിൽ നോട്ട് ഉണ്ട്, അപ്പോൾ അത് നമുക്ക് വേണ്ട. ഡോൺ ദയിൽ നോട്ട് ഉണ്ട്, അപ്പോൾ നമുക്ക് അതും വേണ്ട. അടുത്തത് ഡു ദേ ആണ്, അതിൽ നോട്ടില്ല. അപ്പോൾ നോട്ടില്ലാത്തത് ഓപ്ഷൻ എ ഡിഡ് ദേയും ഓപ്ഷൻ ഡി ഡു ദേയുമാണ്. അടുത്തത് ഇതിൽ നിന്നും ഏത് കണ്ടെത്തുമെന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അതിനായി അപ്പോൾ നമ്മൾ നമ്മുടെ വെർബിലേക്ക് നോക്കുക. നമ്മുടെ വെർബ് അറ്റൻഡഡ് എന്നാണ് തന്നിരിക്കുന്നത്. അറ്റൻഡഡ് എന്നുള്ളത് വെർബിന്റെ പാസ്റ്റ് ഫോം അല്ലെങ്കിൽ V2 ഫോം ആണ്. അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം V2 ഫോം അല്ലെങ്കിൽ പാസ്റ്റ് ഫോം വന്നാൽ നമ്മൾ അവിടെ ഡിഡ് ആണ് ഉപയോഗിക്കുന്നത്. അതായത് ഇവിടെ ഓപ്ഷൻ എയിൽ ഡിഡ് ദേ ഉണ്ട്, ഓപ്ഷൻ ഡി ഡു ദേ ആണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഉത്തരം കിട്ടി ഓപ്ഷൻ എ ഡിഡ് ദേ. ഇതെങ്ങനെയാണ് കിട്ടിയതെന്ന് വ്യക്തമായി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഒന്നുകൂടി പറയാം. നൺ ഓഫ് ദം അറ്റൻഡഡ് ദി ഫംഗ്ഷൻ എന്ന് പറഞ്ഞിരിക്കുന്നതിൽ നമ്മൾ ആദ്യം നോക്കേണ്ടത് നമുക്ക് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്നാണ്. കാരണം സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് ആണെങ്കിൽ ടാഗ് നെഗറ്റീവും സ്റ്റേറ്റ്മെന്റ് നെഗറ്റീവ് ആണെങ്കിൽ ടാഗ് പോസിറ്റീവും ആയിരിക്കും. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ നൺ എന്ന് പറയുന്ന വാക്ക് വന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് നെഗറ്റീവ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ടാഗ് പോസിറ്റീവ് ആയിരിക്കും. അടുത്തതായിട്ട് നമ്മൾ ഓപ്ഷൻ നോക്കുക. ഓപ്ഷനിൽ നിന്നും പോസിറ്റീവ് ആയിട്ടുള്ള ടാഗുകൾ മാത്രം എടുക്കുക. ഇവിടെ നമുക്ക് ഓപ്ഷൻ എ ഡിഡ് ദേ ഉണ്ട്, ഓപ്ഷൻ ഡി ഡു ദേ ഉണ്ട്.
അടുത്തതായിട്ട് അതിൽ നിന്നും ഏത് ശരി ഉത്തരം വരുമെന്ന് മനസ്സിലാക്കാൻ നമ്മൾ നമ്മുടെ വെർബ് നോക്കുക. നമുക്ക് തന്നിരിക്കുന്ന വെർബ് V2 ആണ്. V2 ആയതുകൊണ്ട് നമ്മൾ ഡിഡ് ദേ എടുക്കുന്നു. V1 ആയിരുന്നെങ്കിൽ നമ്മുടെ ഉത്തരം ഡു ദേ ആയേനെ. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഉത്തരം എഴുതാം. നമ്മുടെ ഉത്തരം ഡിഡ് ദേ. ഇതെങ്ങനെയാണെന്ന് വ്യക്തമായി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം ഇതാണ്. A dash of cattle is passing through the forest. Option A team, option B herd, option C group, option D fleet. ഇവിടെ നമുക്ക് കണ്ടെത്തേണ്ടത് എ ഗ്രൂപ്പ് ഓഫ് കാറ്റിലിനെ എന്ത് വിളിക്കുമെന്നുള്ളതാണ്. ഈ ഒരു പാഠഭാഗവും ഗുരുകുല ഭാരതത്തിന്റെ ക്ലാസ്സുകളിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളതാണ്. അതായത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഗുരുകുല ഭാരതത്തിന്റെ പ്ലേലിസ്റ്റിൽ പോവുക. അവിടെ ഇംഗ്ലീഷ് എന്ന പ്ലേലിസ്റ്റിൽ നിങ്ങൾക്ക് ഈ പാഠഭാഗം കാണാൻ സാധിക്കുന്നതാണ്. അതായത് ഓരോ ആനിമലിനെയും ഗ്രൂപ്പായി എന്ത് വിളിക്കുമെന്ന് അവിടെ വ്യക്തമായി കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ചോദ്യത്തിന്റെ ഉത്തരം എന്താണെന്ന് നോക്കാം. എ ഗ്രൂപ്പ് ഓഫ് കാറ്റിലിനെ വിളിക്കുന്നത് ഹെഡ് ആണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഉത്തരം കിട്ടി. നമ്മുടെ ഉത്തരം ഓപ്ഷൻ ബി ഹെഡ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ദ ഹൈ പ്രൈസ് സർപ്രൈസ്ഡ് ഹിം. ദി അണ്ടർലൈൻഡ് വേർഡ് ബിലോങ്സ് ടു വിച്ച് പാർട്സ് ഓഫ് സ്പീച്ച്? ഓപ്ഷൻ എ അഡ്ജക്റ്റീവ്, ഓപ്ഷൻ ബി ആഡ്വർബ്, ഓപ്ഷൻ സി നൗൺ, ഓപ്ഷൻ ഡി പ്രൊനൗൺ. ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് നമുക്ക് അണ്ടർലൈൻ ചെയ്തു തന്ന വാക്ക് ഏത് പാർട്സ് ഓഫ് സ്പീച്ചിൽ പെടുമെന്നുള്ളതാണ്. ഇവിടെ നമുക്ക് ഹൈ പ്രൈസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് പ്രൈസ് എന്നുള്ളത് ഒരു നാമമാണ്. അപ്പോൾ ഹൈ പ്രൈസ് എന്നാൽ കൂടിയ വില എന്നാണ് അർത്ഥം. അതായത് നാമത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നു. എങ്ങനത്തെ പ്രൈസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഹൈ പ്രൈസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇവിടെ ഹൈ എന്ന വാക്ക് പ്രൈസ് എന്ന നാമത്തിനെ വിശേഷിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നമുക്കറിയാം നാമത്തെ വിശേഷിപ്പിക്കുന്ന വാക്കുകളെ നമ്മൾ പറയുന്നത് നാമവിശേഷണം എന്നാണ്. അതായത് ഇംഗ്ലീഷിൽ പറയും അഡ്ജക്റ്റീവ്. അപ്പോൾ നമുക്ക് ഇവിടെ നമ്മുടെ ഉത്തരം കിട്ടി. നമ്മുടെ ഉത്തരം ഓപ്ഷൻ എ അഡ്ജക്റ്റീവ്. ഈ ചോദ്യത്തിന്റെ ഉത്തരം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം ഇതാണ്. The workers built a bridge changed into passive voice. Option A bridge is built by the workers. Option B, a bridge has been built by the workers. Option C, a bridge was built by the workers. Option D, a bridge is building by the workers. ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് പാസീവ് വോയിസ് എന്ന പാഠഭാഗത്തിൽ നിന്നുള്ള ഒരു ചോദ്യമാണ്. പാസീവ് വോയിസ് എന്നുള്ളൊരു പാഠഭാഗം വളരെ ഗഹനമായി പഠിക്കേണ്ട ഒരു പാഠഭാഗം തന്നെയാണ്. എന്നാലും ഈ ചോദ്യത്തിന്റെ ഉത്തരം എങ്ങനെ കണ്ടെത്താമെന്നുള്ളത് ഞാൻ ഇവിടെ പറഞ്ഞു തരുന്നു, ശ്രദ്ധിക്കുക. നമുക്കിവിടെ തന്നിരിക്കുന്നത് ആക്റ്റീവ് വോയിസ് ഉള്ള ഒരു സെന്റൻസ് ആണ്. അതായത് സബ്ജക്റ്റിന് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരു സെന്റൻസ് ആണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. നമ്മൾ അതിനെ പാസീവ് വോയിസിലോട്ട് മാറ്റുക എന്ന് പറയുമ്പോൾ കർമ്മത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരു സെന്റൻസിലേക്ക് മാറ്റുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ കണ്ടുപിടിക്കേണ്ടത് നമുക്ക് തന്നിരിക്കുന്ന സെന്റൻസിലെ സബ്ജക്റ്റ് ഏതാണ്, ഒബ്ജക്റ്റ് ഏതാണെന്നുള്ളതാണ്. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന സെന്റൻസിൽ ദ വർക്കേഴ്സ് എന്നുള്ളത് സബ്ജക്റ്റും എ ബ്രിഡ്ജ് എന്നുള്ളത് ഒബ്ജക്റ്റുമാണ്. അപ്പോൾ നമ്മൾ ഒബ്ജക്റ്റിന് പ്രാധാന്യം നൽകിക്കൊണ്ട് പറയുമ്പോൾ നമ്മൾ ആദ്യം എഴുതേണ്ടത് എ ബ്രിഡ്ജ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് എഴുതുക എ ബ്രിഡ്ജ്. അടുത്തതായി നമ്മൾ നോക്കേണ്ടത് നമുക്ക് തന്നിരിക്കുന്ന സെന്റൻസ് ഏത് ടെൻസിലാണെന്ന് നോക്കണം. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന സെന്റൻസ് സിമ്പിൾ പാസ്റ്റിലാണ്. കാരണം ദ വർക്കേഴ്സ് ബിൽറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബിൽഡിന്റെ പാസ്റ്റ് ആണ് ബിൽറ്റ്. അപ്പോൾ നമ്മൾ പാസീവ് വോയിസിലോട്ട് മാറ്റുമ്പോൾ വാസ് ബിൽറ്റ് എന്ന് എഴുതണം. കാരണം നമുക്ക് പാസീവ് വോയിസിൽ ഒബ്ജക്റ്റ് കഴിഞ്ഞിട്ട് വാസ് ഓർ വെയർ ആണ് വരുന്നത്. ഇവിടെ എ ബ്രിഡ്ജ് എന്നുള്ളത് സിംഗുലർ ആയതുകൊണ്ടാണ് നമ്മൾ അവിടെ വാസ് എന്ന് എഴുതിയത്. അപ്പോൾ നമുക്ക് എ ബ്രിഡ്ജ് വാസ് വരെ എഴുതി. അടുത്തത് നമുക്ക് വെർബിന്റെ V3 ഫോം എഴുതണം. ഇവിടെ ബിൽറ്റ് എന്ന് പറയുന്നതിന്റെ V3 ഫോം ബിൽറ്റ് തന്നെയാണ്. അപ്പോൾ നമുക്ക് എ ബ്രിഡ്ജ് വാസ് ബിൽറ്റ് വരെ എത്തി. അടുത്തതായി നമ്മൾ ചെയ്യേണ്ടത് ബൈ കഴിഞ്ഞ് സബ്ജക്റ്റിനെ എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ബൈ കഴിഞ്ഞിട്ട് സബ്ജക്റ്റ് ദ വർക്കേഴ്സ് ആണ്. അതുകൊണ്ട് നമുക്ക് പറയാം എ ബ്രിഡ്ജ് വാസ് ബിൽറ്റ് ബൈ ദി വർക്കേഴ്സ്. അപ്പോൾ നമുക്ക് ഈ കിട്ടിയ ഉത്തരം നമ്മൾ നോക്കിയാൽ നമ്മുടെ ഓപ്ഷനിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. നമുക്ക് കിട്ടിയ ഉത്തരം ഓപ്ഷൻ സി ആണ്. അതായത് എ ബ്രിഡ്ജ് വാസ് ബിൽറ്റ് ബൈ ദി വർക്കേഴ്സ് എന്നുള്ളതാണ് ശരിയായ ഉത്തരം. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ചോദ്യം ഇതാണ്. She speaks French very good. Correct this sentence. Option A, she speaks French very good. Option B, she speaks French very well. Option C, she will speak French very well. Option D, she spoke French very good. ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നു she speaks French very good എന്ന് തന്നിരിക്കുന്നത് തെറ്റാണ്. അപ്പോൾ ശരിയായിട്ടുള്ള സെന്റൻസ് ഏതാണോ അതെടുത്ത് എഴുതുക. അതായത് she speaks French very good എന്ന് പറഞ്ഞിരിക്കുന്നത് തെറ്റാണെന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഓപ്ഷൻ എ എന്തായാലും നമ്മുടെ ഉത്തരത്തിലില്ല. കാരണം അത് ഷീ സ്പീക്ക് ഫ്രഞ്ച് വെരി ഗുഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മാത്രവുമല്ല ഷീ സ്പീക്ക് എന്നൊരിക്കലും പറയില്ല. കാരണം ഷീ എന്നുള്ളത് സിംഗുലർ ആണ്. ഷീയുടെ കൂടെ സ്പീക്കിന്റെ സിംഗുലർ ഫോം ആയിട്ടുള്ള സ്പീക്സ് എന്നാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇവിടെ നമ്മൾ അങ്ങനെ ഉപയോഗിക്കാതെ തന്നെ ഒരു വലിയ തെറ്റാണ്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ എ നമ്മുടെ ഉത്തരത്തിലില്ല. അടുത്തതായിട്ട് നമ്മൾ ഓപ്ഷൻ ബി നോക്കണം. ഓപ്ഷൻ ബി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഷീ സ്പീക്സ് ഫ്രഞ്ച് വെരി വെൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്.
അവിടെ ഷീ സിംഗുലർ ആണ്, സ്പീക്സും സിംഗുലർ ആണ്. അപ്പോൾ നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കാം ഓപ്ഷൻ ബി ഷീ സ്പീക്സ് ഫ്രഞ്ച് വെരി വെൽ എന്ന് പറഞ്ഞിരിക്കുന്നത് വളരെ ശരിയായിട്ടുള്ള ഒരു ഉത്തരമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ നമ്മുടെ ഉത്തരം കിട്ടി. നമ്മുടെ ഉത്തരം ഓപ്ഷൻ ബി ഷീ സ്പീക്സ് ഫ്രഞ്ച് വെരി വെൽ. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം ഇതാണ്. ടോം സെഡ് ഐ എം ലീവിംഗ് ഫോർ മദ്രാസ് ടുമോറോ. റിപ്പോർട്ട് ദിസ് സെന്റൻസ്. ഓപ്ഷൻ എ Tom said to he was leaving for Madras the next day. Option B. Tom said that he was leaving for Madras tomorrow. Option C. Tom said he is leaving for Madras the previous day. Option D. Tom said that he was leaving for Madras the next day. ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ചോദ്യം റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന പാഠഭാഗത്തിൽ നിന്നുമുള്ളതാണ്. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ടോം സെഡ് ഐ എം ലീവിംഗ് ഫോർ മദ്രാസ് ടുമോറോ എന്നുള്ള സെന്റൻസിനെ നമ്മൾ റിപ്പോർട്ട് ചെയ്യണം. അപ്പോൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. ആദ്യം നമ്മൾ നോക്കണം ഇത് ഏത് സെന്റൻസ് ആണ്. നമുക്ക് ഈ തന്നിരിക്കുന്ന സെന്റൻസ് സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഡിക്ലറേറ്റീവ് അല്ലെങ്കിൽ അസർട്ടീവ് ആണ്. സ്റ്റേറ്റ്മെന്റിനെ അല്ലെങ്കിൽ അസർട്ടീവ് അല്ലെങ്കിൽ ഡിക്ലറേറ്റീവിനെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ കണക്റ്റിംഗ് വേർഡ് ആയിട്ട് ഉപയോഗിക്കുന്നത് ദാറ്റ് ആണ്. അപ്പോൾ നമുക്കിവിടെ എഴുതാം ടോം സെഡ് ദാറ്റ്. ഇവിടെ നമ്മൾ ടോം സെഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ടോം ആണ് പറയുന്നത് ഐ ആം ലീവിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ടോം പറയുന്നു ഐ. എന്നാൽ നമ്മളത് മറ്റൊരാളോട് പറയുമ്പോൾ ഞാൻ എന്നുള്ളത് എന്താകണം? അവനാകണം. കാരണം മനസ്സിലാക്കണം, ഇവിടെ ടോം എന്നൊരു വ്യക്തി പറഞ്ഞ കാര്യത്തെ ഞാൻ മറ്റൊരാളോട് പറയുകയാണ്. അപ്പോൾ ഇവിടെ ടോം ഞാനെന്ന് പറഞ്ഞിരിക്കുന്നു. പക്ഷെ ഞാൻ പറയുമ്പോൾ ടോമിനെ അവനെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഐ ഹി ആയിട്ട് മാറണം. അടുത്തതായി നമ്മൾ അറിയേണ്ടത് ഈ തന്നിരിക്കുന്ന ടെൻസ് ഏതാണെന്ന് നോക്കണം. ഇവിടെ തന്നിരിക്കുന്ന ടെൻസ് പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അത് പാസ്റ്റ് കണ്ടിന്യൂസ് ആകണം. അതായത് പാസ്റ്റ് കണ്ടിന്യൂസിൽ ആം എന്നുള്ളത് വാസ് ആയി മാറണം. അപ്പോൾ നമുക്ക് എഴുതാം ടോം സെഡ് ദാറ്റ് ഹി വാസ് ലീവിംഗ് ഫോർ മദ്രാസ്. അടുത്തതായി നമ്മൾ നോക്കേണ്ടത് ടുമോറോ. ടുമോറോയെ നമ്മൾ മാറ്റേണ്ടത് ദ നെക്സ്റ്റ് ഡേ എന്നാണ്. അപ്പോൾ നമുക്ക് കൂട്ടി എഴുതാം ടോം സെഡ് ദാറ്റ് ഹി വാസ് ലീവിംഗ് ഫോർ മദ്രാസ് ദ നെക്സ്റ്റ് ഡേ. ഇവിടെ നമുക്ക് കിട്ടിയ സെന്റൻസ് ഏത് ഓപ്ഷൻ ആണെന്ന് നോക്കാം. ഇവിടെ നമ്മൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് നമുക്ക് കിട്ടിയ ഉത്തരം ഓപ്ഷൻ ഡിയിലുള്ളതാണ്. അതായത് ടോം സെഡ് ദാറ്റ് ഹി വാസ് ലീവിംഗ് ഫോർ മദ്രാസ് ദ നെക്സ്റ്റ് ഡേ. അപ്പോൾ നമുക്ക് കിട്ടിയ ഉത്തരവും ഓപ്ഷൻ ഡിയും സെയിം ആണ്. അതായത് ഇവിടെ നമുക്ക് എഴുതാം നമ്മുടെ ഉത്തരം ഓപ്ഷൻ ഡി ടോം സെഡ് ദാറ്റ് ഹി വാസ് ലീവിംഗ് ഫോർ മദ്രാസ് ദ നെക്സ്റ്റ് ഡേ. ഈ പറഞ്ഞ ഭാഗം നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം ഇതാണ്. Correct the word among the following series. Option A separate, Option B excellence, Option C diarrhea, Option D queue. ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷനിൽ നിന്നും കറക്റ്റ് ആയിട്ടുള്ള വാക്ക് ഏതാണോ അത് എടുത്തെഴുതുക എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് നോക്കിയാൽ മനസ്സിലാകും ഓപ്ഷൻ എ സെപ്പറേറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നു. അതായത് നമുക്ക് തന്നിരിക്കുന്ന സ്പെല്ലിംഗ് SEPERAT എന്നുള്ളതാണ്. എന്നാൽ സെപ്പറേറ്റിന്റെ കറക്റ്റ് ആയിട്ടുള്ള സ്പെല്ലിംഗ് SEPARAT എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് തെറ്റായിട്ട് തന്നിരിക്കുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മുടെ ഉത്തരം ഓപ്ഷൻ എ അല്ല. അടുത്തത് ഓപ്ഷൻ ബി നോക്കുക. ഓപ്ഷൻ ബി എക്സലൻസ് നമുക്ക് തന്നിരിക്കുന്നത് EXCELENCE എന്നുള്ളതാണ്. എന്നാൽ നമുക്കറിയാം എക്സലൻസ് എന്നുള്ളതിന്റെ ശരിയായ സ്പെല്ലിംഗ് EXCELLENCE എന്നുള്ളതാണ്. ഇവിടെ അതും തെറ്റായിട്ട് തന്നിരിക്കുമ്പോൾ നമ്മുടെ ഉത്തരം ഓപ്ഷൻ ബി അല്ല. അടുത്തതായി നമ്മൾ ഓപ്ഷൻ സി നോക്കുക. ഓപ്ഷൻ സി ഡയറിയ. ഡയറിയക്ക് നമുക്ക് തന്നിരിക്കുന്ന സ്പെല്ലിംഗ് DIARROEA എന്നുള്ളതാണ്. എന്നാൽ ശരിയായിട്ടുള്ള സ്പെല്ലിംഗ് DIARRHOEA എന്നുള്ളതാണ്. എന്നാൽ ഇതും തെറ്റിച്ച് തന്നിരിക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ ഉത്തരം സി അല്ല. പിന്നീടുള്ളത് ഓപ്ഷൻ ഡി ക്യൂ ആണ്. ഓപ്ഷൻ ഡി ക്യൂവിന്റെ സ്പെല്ലിംഗ് ശ്രദ്ധിക്കുക, QUEUE. അതായത് ഓപ്ഷൻ ഡി ക്യൂ ആണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം. അപ്പോൾ നമുക്ക് നമ്മുടെ ഉത്തരം കിട്ടി. നമ്മുടെ ഉത്തരം ഓപ്ഷൻ ഡി ക്യൂ. അടുത്ത ചോദ്യം നോക്കുക. ചോദ്യം എന്താണ്? I couldn't tolerate her behavior. Find out the appropriate phrasal verb for the underlined word. Option A put out, Option B put down, Option C put off, Option D put up with. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ചോദ്യത്തിൽ ഒരു വാക്ക് അണ്ടർലൈൻ ചെയ്ത് തന്നിട്ടുണ്ട്. ആ അണ്ടർലൈൻ ചെയ്ത് തന്നിരിക്കുന്ന വാക്കിന്റെ ശരിയായിട്ടുള്ള ഫ്രേസൽ വെർബ് ഏതാണോ അതെടുത്തെഴുതുക എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്ന ചോദ്യം. ഇവിടെ നമ്മൾ ആദ്യമായി അണ്ടർലൈൻ ചെയ്ത വാക്ക് നോക്കണം. അതായത് ടോളറേറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ടോളറേറ്റിന്റെ അർത്ഥം സഹിക്കുക. അപ്പോൾ നമ്മൾ അടുത്തതായി കണ്ടുപിടിക്കേണ്ടത് നമുക്ക് തന്നിരിക്കുന്ന ഫ്രേസൽ വെർബുകളിൽ സഹിക്കുക എന്ന അർത്ഥം വരുന്ന ഫ്രേസൽ വെർബ് ഏതാണോ അത് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് അതിനുവേണ്ടി ആദ്യത്തെ ഓപ്ഷൻ തൊട്ട് നോക്കാം. ഓപ്ഷൻ എ പുട്ട് ഔട്ട് എന്ന് തന്നിരിക്കുന്നു. പുട്ട് ഔട്ടിന്റെ മീനിങ് നമ്മൾ മനസ്സിലാക്കണം. പുട്ട് ഔട്ട് എന്ന് വെച്ചാൽ ടു എക്സ്റ്റിങ്ക്വിഷ് എന്നാണ് അർത്ഥം. അതായത് തീ അണയ്ക്കുക എന്നാണ് അർത്ഥം.
അപ്പോൾ ഓപ്ഷൻ എ നമുക്ക് മാറ്റാം, കാരണം നമുക്ക് വേണ്ടത് സഹിക്കുക എന്നർത്ഥം കിട്ടുന്ന ഫ്രേസൽ വെർബ് ആണ്. അടുത്ത ഓപ്ഷൻ ബി പുട്ട് ഡൗൺ. പുട്ട് ഡൗൺ എന്നാൽ ടു റിപ്രസ് അല്ലെങ്കിൽ ടു ലാൻഡ് എന്നുള്ളതാണ്. അതായത് എന്തെങ്കിലും അവസാനത്തോട് അടുക്കുക എന്നുള്ളതാണ് പുട്ട് ഡൗൺ എന്ന ഫ്രേസൽ വെർബിന്റെ അർത്ഥം. അടുത്തതായിട്ടുള്ളത് ഓപ്ഷൻ സി നോക്കുക, പുട്ട് ഓഫ്. പുട്ട് ഓഫ് എന്ന ഫ്രേസൽ വെർബിന്റെ മീനിങ് ടു പോസ്റ്റ്പോൺ എന്നുള്ളതാണ്. അതായത് പിന്നത്തേക്ക് മാറ്റിവെക്കുക. അപ്പോൾ നമുക്ക് സഹിക്കുക എന്ന അർത്ഥം കിട്ടുന്ന വാക്ക് ഈ 3 ഫ്രേസൽ വെർബിലും ഇല്ല. അടുത്ത ഓപ്ഷൻ നോക്കുക, ഓപ്ഷൻ ഡി പുട്ട് അപ്പ് വിത്ത്. പുട്ട് അപ്പ് വിത്ത് എന്ന ഫ്രേസൽ വെർബിന്റെ മീനിങ് ടു ടോളറേറ്റ് എന്നുള്ളതാണ്. അതായത് ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടതും ടോളറേറ്റ് എന്ന അർത്ഥം വരുന്ന ഫ്രേസൽ വെർബ് ഏതാണെന്നുള്ളതാണ്. ഇവിടെ നമുക്ക് കിട്ടി, നമ്മുടെ ഓപ്ഷൻ ഡി പുട്ട് അപ്പ് വിത്ത് ആണ് ടു ടോളറേറ്റ് എന്ന അർത്ഥം വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം നമ്മുടെ ഉത്തരം ഓപ്ഷൻ ഡി പുട്ട് അപ്പ് വിത്ത്. അടുത്ത ചോദ്യം നോക്കുക. ചോദ്യം ഇതാണ്, മൈ ബ്രദർ വർക്ക്സ് ഇൻ എ ലാർജ് ഓഫീസ് ഡാഷ് ഐ വർക്ക് ഓൺ മൈ ഓൺ അറ്റ് ഹോം. ഓപ്ഷൻ എ മോർ ഓവർ, ഓപ്ഷൻ ബി ഫസ്റ്റ്ലി, ഓപ്ഷൻ സി വേറാസ്, ഓപ്ഷൻ ഡി ആക്ച്വലി. ഇവിടെ നമ്മൾ ഈ തന്നിരിക്കുന്ന സെന്റൻസിന്റെ അർത്ഥം മനസ്സിലാക്കിയാൽ തന്നെ നമുക്ക് ഉത്തരത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നതാണ്. അതായത് ഇവിടെ തന്നിരിക്കുന്നത്, എന്റെ സഹോദരൻ ഒരു വലിയ ഓഫീസിൽ വർക്ക് ചെയ്യുന്നു, എന്നാൽ ഞാൻ എന്റെ വീട്ടിൽ തന്നെയാണ് ജോലി ചെയ്യുന്നത്. അതായത് ഇവിടെ നമുക്ക് ഈ സെന്റൻസിൽ ഉപയോഗിക്കാൻ പറ്റുന്ന കറക്റ്റ് ആയിട്ടുള്ള വാക്ക് വേറാസ് എന്നുള്ളതാണ്. അതായത് ഇവിടെ നമുക്ക് നമ്മുടെ ഉത്തരം കിട്ടി. നമ്മുടെ ഉത്തരം ഓപ്ഷൻ സി വേറാസ്. അടുത്ത ചോദ്യം നോക്കുക. ചോദ്യം ഇതാണ്, ഷീ സിറ്റ്സ് ഡാഷ് ആൻ ആം ചെയർ. യൂസ് അപ്രോപ്രിയേറ്റ് പ്രൊപ്പോസിഷൻ. ഓപ്ഷൻ എ ഓൺ, ഓപ്ഷൻ ബി അണ്ടർ, ഓപ്ഷൻ സി വിത്ത്, ഓപ്ഷൻ ഡി ഇൻ. ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള പ്രിപ്പോസിഷൻ ഏതാണോ അത് എടുത്തെഴുതുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സാധാരണയായി നമുക്കറിയാം ഫർണിച്ചറിന്റെ മുകളിൽ ഇരിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ ഓൺ ആണ് ഉപയോഗിക്കുന്നത്. ശ്രദ്ധിക്കണം, ഫർണിച്ചറിന്റെ മുകളിൽ ഇരിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ ഓൺ ആണ് ഉപയോഗിക്കുന്നത്. അതായത് ഒരു സ്റ്റൂളിന്റെ മുകളിലോ ഒരു ബെഞ്ചിന്റെ മുകളിലോ ഒരു ഡെസ്കിന്റെ മുകളിലോ ഇരിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ഓൺ ഉപയോഗിക്കും. കാരണം ഒരു സ്റ്റൂളിന്റെ മുകളിലോ ബെഞ്ചിന്റെ മുകളിലോ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് റിലാക്സ് ആയിട്ട് പുറകോട്ട് ചാരി ഇരിക്കാൻ സാധിക്കില്ല. അതേസമയം ഒരു ആം ചെയറിൽ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് റിലാക്സ് ആയിട്ട് ഇരിക്കാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഇവിടെ ഇൻ ഉപയോഗിക്കുന്നത്. ഇത് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാകാൻ വേണ്ടി ഇവിടെ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് ചോദ്യത്തിൽ തന്നിരിക്കുന്നത് ആൻ ആം ചെയർ എന്നാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കണം നമ്മുടെ ഉത്തരം എപ്പോഴും ഇൻ ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് നമ്മുടെ ഉത്തരം കിട്ടി. നമ്മുടെ ഉത്തരം ഓപ്ഷൻ ഡി ഇൻ. ഈ പറഞ്ഞ കാര്യം നിങ്ങൾ വ്യക്തമായി തന്നെ മനസ്സിലാക്കി വെക്കേണ്ടതാണ്. ഇവിടെ ഓണിന് പകരം ഇൻ എങ്ങനെയാണ് വന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം ഇതാണ്, ഷീ ഹാസ് ഹിറ്റ് ദി നെയിൽ ഓൺ ദി ഹെഡ് വൈൽ സ്പീക്കിംഗ് ടു ഹെർ റിലേറ്റീവ്സ്. ഫൈൻഡ് ഔട്ട് ദ മീനിങ് ഓഫ് ദി അണ്ടർലൈൻഡ് ഇഡിയം. Option A said exactly the right thing. Option B tried to criticize. Option C attempted to commit suicide. Option D tried to do a job. ഇവിടെ നമുക്ക് ഇഡിയം തന്നിരിക്കുന്നു, ഹിറ്റ് ദി നെയിൽ ഓൺ ദി ഹെഡ്. ഇതിന്റെ ശരിയായിട്ടുള്ള മീനിങ് ഏതാണോ ഓപ്ഷനിൽ തന്നിരിക്കുന്നത് അത് എടുത്തെഴുതുക എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഹിറ്റ് ദ നെയിൽ ഓൺ ദി ഹെഡ് എന്ന് പറഞ്ഞാൽ ശരിയായ കാര്യം വ്യക്തമായി പറഞ്ഞു എന്നാണ് അർത്ഥം. അപ്പോൾ ഇവിടെ നമുക്കത് തന്നിരിക്കുന്നത് ഓപ്ഷൻ എ ആണ്, സെഡ് എക്സാക്ട്ലി ദ റൈറ്റ് തിങ്. അതായത് നമുക്കിവിടെ എഴുതാം നമ്മുടെ ഉത്തരം ഓപ്ഷൻ എ, സെഡ് എക്സാക്ട്ലി ദ റൈറ്റ് തിങ്. ഇവിടെ നമുക്ക് ചെയ്യാനുള്ളത് അർത്ഥം അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ശ്രദ്ധിക്കുക. ചോദ്യം ഇതാണ്, ഐ ഡാഷ് എ ലോട്ട് ഓഫ് ഫ്രണ്ട്സ് വൈൽ ഐ വാസ് വർക്കിംഗ് ഇൻ ബോംബെ. ഓപ്ഷൻ എ മെറ്റ്, ഓപ്ഷൻ ബി വാസ് മീറ്റിംഗ്, ഓപ്ഷൻ സി മീറ്റ്സ്, ഓപ്ഷൻ ഡി മീറ്റ്. ഇവിടെ നമ്മുടെ ചോദ്യം ശ്രദ്ധിക്കുക. ഐ ഡാഷ് എ ലോട്ട് ഓഫ് ഫ്രണ്ട്സ് വൈൽ ഐ വാസ് വർക്കിംഗ് ഇൻ ബോംബെ. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന സെന്റൻസിലേക്ക് മീറ്റ് എന്ന വെർബിന്റെ ശരിയായ രൂപം ഏതാണോ അതെടുത്ത് എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ അതിനുവേണ്ടി സെന്റൻസ് ആദ്യം നോക്കുക. ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, ഞാൻ ബോംബെയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ധാരാളം സുഹൃത്തുക്കളെ കണ്ടുമുട്ടാറുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇപ്പോഴത്തെ കാര്യമല്ല, ഞാൻ ബോംബെയിൽ വർക്ക് ചെയ്യുമ്പോഴത്തെ കാര്യമാണ്. അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്ന സെന്റൻസ് പാസ്റ്റ് ടെൻസിലുള്ളതാണ്. അപ്പോൾ തന്നെ നമുക്ക് പ്രസന്റ് ടെൻസിലുള്ള മീറ്റ്സിനെയും മീറ്റിനെയും കളയാം. അടുത്തതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓപ്ഷൻ എ വരുമോ ഓപ്ഷൻ ബി വരുമോ എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ബോംബെയിലുള്ള സമയത്ത് ഞാൻ ധാരാളം സുഹൃത്തുക്കളെ കാണുമെന്ന് പറഞ്ഞിരിക്കുന്നു. അതായത് അതൊരു സിമ്പിൾ പാസ്റ്റ് സെന്റൻസ് ആണ്. അപ്പോൾ നമുക്കറിയാം ഇവിടെ നമുക്ക് ഓപ്ഷൻ എ മെറ്റ് എന്നുള്ളതാണ് സിമ്പിൾ പാസ്റ്റിൽ തന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എഴുതാം ഇവിടെ നമ്മുടെ ഉത്തരം ഓപ്ഷൻ എ മെറ്റ്. അടുത്ത ചോദ്യം നോക്കാം. ദ ഓൾഡ് മാൻ ഹു ലിവ്സ് ഇൻ മൈ നെയ്ബർഹുഡ് ഈസ് ഡാഷ് യൂണിവേഴ്സിറ്റി പ്രൊഫസർ. ഓപ്ഷൻ എ, ഓപ്ഷൻ ബി ആൻ, ഓപ്ഷൻ സി ദ, ഓപ്ഷൻ ഡി ഓൺ. ഇവിടെ നമുക്ക് ആർട്ടിക്കിൾ എന്നുള്ള പാഠഭാഗത്ത് നിന്നുമുള്ള ചോദ്യമാണ് വന്നിരിക്കുന്നത്. ആർട്ടിക്കിൾ എന്ന പാഠഭാഗവും ഗുരുകുല ഭാരതത്തിന്റെ ക്ലാസ്സുകളിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളതാണ്. അതായത് അവിടെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് യൂണിവേഴ്സിറ്റിക്ക് മുമ്പിൽ എപ്പോഴും നമ്മൾ എ ആണ് ഉപയോഗിക്കുന്നത്. കാരണം നമുക്കറിയാം വവ്വൽസിന് മുൻപായി സാധാരണ നമ്മൾ ആനാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ ചില സന്ദർഭങ്ങളിൽ ഉച്ചാരണത്തിനനുസരിച്ച് നമ്മൾ എയും ഉപയോഗിക്കും. ഇവിടെ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ യൂണിവേഴ്സിറ്റിക്ക് മുൻപായി എ ഉപയോഗിച്ചിരിക്കുന്നത്.
അപ്പോൾ ഇവിടെ നമുക്ക് നമ്മുടെ ഉത്തരം കിട്ടും. നമ്മുടെ ഉത്തരം ഓപ്ഷൻ എ. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. Had I know this dash. Option A, I would keep him at a distance. Option B, I would have kept him at a distance. Option C, I will have kept him at a distance. Option D, I would have kept him at a distance. ഗുരുകുല ഭാരതത്തിന്റെ ക്ലാസ്സിൽ തന്നെ ഇഫ് ക്ലോസ് എന്ന പാഠഭാഗത്ത് നമ്മൾ പഠിച്ചിട്ടുള്ള നിയമങ്ങൾ തന്നെയാണ് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത്. അതായത് ഇവിടെ നമുക്ക് ഹാഡ് ഐ നോ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ വുഡ് ഹാവ് ഉപയോഗിക്കണം. അപ്പോൾ നമുക്ക് നമ്മുടെ ഉത്തരത്തിലേക്ക് എത്താം. അതായത് നമ്മുടെ ഉത്തരം ഓപ്ഷൻ ഡി, ഐ വുഡ് ഹാവ് കെപ്റ്റ് ഹിം അറ്റ് എ ഡിസ്റ്റൻസ്. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ചോദ്യം ഇതാണ്. The prefix and is used to denote which of the following word? Option A, like. Option B, before. Option C, against. Option D, round. ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ആൻറ്റി എന്ന പ്രിഫിക്സ് താഴെ തന്നിരിക്കുന്നതിൽ എന്ത് വാക്കിനെയാണ് സൂചിപ്പിക്കുന്നത്? നമുക്ക് അറിയാം ആൻറ്റി എന്ന് നമ്മൾ എപ്പോഴും പറയുന്നത് എതിർ പദത്തെ സൂചിപ്പിക്കാനാണ്, അല്ലെങ്കിൽ എതിർ അർത്ഥത്തെ സൂചിപ്പിക്കാനാണ്. അതായത് എതിർ എന്നർത്ഥം വരുന്ന വാക്ക് ഓപ്ഷൻ സിയിൽ അഗെയിൻസ്റ്റ് ആണ്. അപ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ഉത്തരം കിട്ടി. നമ്മുടെ ഉത്തരം ഓപ്ഷൻ സി, അഗെയിൻസ്റ്റ്. അടുത്ത ചോദ്യം നോക്കാം. ചോദ്യം ഇതാണ്. There are plans to rebuild the town hall, but it dash not happen for another 5 years. Option A, should. Option B, do. Option C, may. Option D, has. ഇവിടെ നമ്മളോട് കറക്റ്റ് ആയിട്ടുള്ള ഓക്സിലറി വെർബ് ഏതാണോ അതെടുത്ത് എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ there are plans to rebuild the town hall എന്ന് പറഞ്ഞിരിക്കുന്നു. അതായത് ടൗൺ ഹാൾ റീബിൽഡ് ചെയ്യാനുള്ള ഒരു പ്ലാൻ ഉണ്ട്. എന്നിട്ട് പറഞ്ഞിരിക്കുകയാണ് but it dash not happen for another 5 years. എന്നാൽ അതൊരു അടുത്ത 5 വർഷത്തേക്ക് നടക്കാൻ സാധ്യത ഇല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ സാധ്യത വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് മേ ഉപയോഗിക്കാം. അതായത് there are plans to rebuild the town hall but it may not happen for another 5 years. അങ്ങനെ വരുന്നതായിരിക്കും ശരിയായ പ്രയോഗം. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ നമ്മുടെ ഉത്തരം കിട്ടി. നമ്മുടെ ഉത്തരം ഓപ്ഷൻ സി, മേ. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ചോദ്യം ഇതാണ്. Ram and Sham are friends. The former is short but the dash is very stout. Option A, later. Option B, latter. Option C, latest. Option D, last. ഇവിടെ നമ്മളോട് റാമിന്റെയും ഷ്യാമിന്റെയും കാര്യം പറഞ്ഞതിനു ശേഷം ആദ്യം പറഞ്ഞ ആളിന്റെയും രണ്ടാമത് പറഞ്ഞ ആളിന്റെയും കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇവിടെ നമുക്ക് ആദ്യം എന്നുള്ളതിന് ഫോർമർ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ടത് രണ്ടാമത് എന്നർത്ഥം വരുന്ന ഓപ്ഷനുള്ള വാക്ക് ഏതാണോ അത് കണ്ടെത്തുക എന്നുള്ളതാണ്. അതായത് ഇവിടെ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഓപ്ഷനിൽ തന്നിരിക്കുന്ന ഓരോ വാക്കും എടുത്ത് നോക്കുക. ഓപ്ഷൻ എ, ലേറ്റർ. ലേറ്റർ എന്ന് പറഞ്ഞാൽ പിന്നീട് എന്നാണ് അർത്ഥം. ഓപ്ഷൻ ബി, ലാറ്റർ. ലാറ്റർ എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യങ്ങൾ പറഞ്ഞതിൽ രണ്ടാമത് പറഞ്ഞതിനെ സൂചിപ്പിക്കാനാണ് ലാറ്റർ ഉപയോഗിക്കുന്നത്. ഓപ്ഷൻ സി, ലേറ്റസ്റ്റ് എന്നുള്ളത് ഏറ്റവും പുതുതായി പറഞ്ഞതിനെയും ഓപ്ഷൻ ഡി, ലാസ്റ്റ് അവസാനമായി പറഞ്ഞതിനുമാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മളോട് രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് രണ്ടാമത് പറഞ്ഞതിനെ സൂചിപ്പിക്കുന്ന വാക്കാണ് കണ്ടെത്താൻ പറഞ്ഞിരിക്കുന്നത്. അതായത് നമുക്കറിയാം രണ്ടാമത് എന്നുള്ളതിനെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വാക്കാണ് ലാറ്റർ. അപ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ഉത്തരം കിട്ടുന്നതാണ്. അതായത് നമ്മുടെ ഉത്തരം ഓപ്ഷൻ ബി, ലാറ്റർ. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ചോദ്യം ഇതാണ്. Either Rajesh or his friends dash come. Option A, was. Option B, is. Option C, have. Option D, do. ഇവിടെ കോൺകോഡ് എന്ന പാഠഭാഗത്തിൽ നിന്നുമുള്ള ഒരു ചോദ്യമാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. കോൺകോഡ് എന്ന പാഠഭാഗത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എയ്തർ ഓർ വരുന്ന സന്ദർഭങ്ങളിൽ രണ്ടാമത് പറഞ്ഞ സബ്ജക്റ്റിനനുസരിച്ചായിരിക്കും വെർബ് വരുന്നത്. ഇവിടെ നമ്മളോട് രാജേഷ് എന്നൊരു സബ്ജക്റ്റും തന്നിട്ടുണ്ട്, ഹിസ് ഫ്രണ്ട്സ് എന്നൊരു സബ്ജക്റ്റും തന്നിട്ടുണ്ട്. ഇവിടെ രണ്ടാമത് വന്നിരിക്കുന്ന സബ്ജക്റ്റ് ഹിസ് ഫ്രണ്ട്സ് എന്നുള്ളതാണ്. ഹിസ് ഫ്രണ്ട്സ് എന്നുള്ളത് പ്ലൂറൽ സബ്ജക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ അതിന്റെ കൂടെ വരുന്ന വെർബും പ്ലൂറൽ ആയിരിക്കണം. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന പ്ലൂറൽ വെർബുകളാണ് ഹാവും ഡൂവും. അടുത്തതായി നമ്മൾ കണ്ടെത്തേണ്ടത് നമ്മുടെ ഉത്തരം ഡൂ ആണോ ഹാവ് ആണോ എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നെഗറ്റീവ് വരുന്ന സന്ദർഭങ്ങളിൽ മാത്രമേ നമ്മൾ വെർബിന്റെ കൂടെ ഡു, ഡസ്, ഡിഡ് എന്നിവ പിരിച്ചുപയോഗിക്കാറുള്ളൂ. അതായത് ഡോൺ കമെന്നോ ഡസിൻ കമെന്നോ ഡിഡിൻ കമെന്നോ പറയും. അല്ലാതെ നമ്മൾ ഡു കമെന്ന് പറയാറില്ല. അപ്പോൾ ഇവിടെ നമുക്ക് ഡു കം വരില്ല എന്നറിയാം. അതുകൊണ്ട് തന്നെ നമുക്ക് അടുത്തതായി പറയാൻ പറ്റുന്നത് ഹാവ് കം ആണ്. അതായത് നമുക്ക് നമ്മുടെ ഉത്തരം കിട്ടി. നമ്മുടെ ഉത്തരം ഓപ്ഷൻ സി, ഹാവ്. ഈ പറഞ്ഞത് വ്യക്തമായി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. കോൺകോഡ് എന്ന പാഠഭാഗത്ത് പഠിപ്പിച്ചിട്ടുള്ളത് ഇവിടെ ഒന്നുകൂടി ആവർത്തിച്ചിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ചോദ്യം ഇതാണ്. The meaning of the term nota bene. Option A, exceptional. Option B, noted carefully and important. Option C, no need to be noted. Option D, for good cause. ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്ന ടേം ആണ് നോട്ടാ ബീനെ. അതായത് നോട്ടാ ബീനെ എന്ന ടേമിന്റെ ശരിയായ അർത്ഥം വരുന്ന ഓപ്ഷൻ ഏതാണോ തന്നിരിക്കുന്നത് അത് കണ്ടെത്തി എഴുതുക എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം
നോട്ട ബീനെ എന്നുള്ള ടേമിന്റെ ശരിയായിട്ടുള്ള അർത്ഥം നോട്ടഡ് കെയർഫുള്ളി ആൻഡ് ഇമ്പോർട്ടന്റ് എന്നുള്ളതാണ്. അതായത് ഇവിടെ നമുക്ക് നമ്മുടെ ഉത്തരം കിട്ടും. നമ്മുടെ ഉത്തരം ഓപ്ഷൻ ബി, നോട്ടഡ് കെയർഫുള്ളി ആൻഡ് ഇമ്പോർട്ടന്റ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു പോയത് മലപ്പുറം, തിരുവനന്തപുരം ജില്ലകളിൽ നടന്ന LD ക്ലർക്ക് പരീക്ഷയിൽ നിന്നുമുള്ള ഇംഗ്ലീഷ് ഭാഗത്തു നിന്നുമുള്ള കുറച്ച് ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും വിശദീകരണങ്ങളുമാണ്. ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞ ചോദ്യങ്ങളും ഉത്തരങ്ങളും അവയുടെ വിശദീകരണങ്ങളും നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ കമന്റിൽ രേഖപ്പെടുത്തുക. ഇത്രയും നേരം ഈ വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്